ഹായ് ഫ്രണ്ട്സ്, ഈ വാക്ക് നിങ്ങൾക്ക് വളരെ സുപരിചിതമാണ്. എന്നാൽ ഇതിൻ്റെ മുൻപിൽ 3 അക്ഷരങ്ങൾ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ രൂപവും ഭാവവും മാറുന്നു. ഈ സമയം ചിലർ ഇത് വായിക്കുന്നത് കോൺസയൻസ് എന്നാണ്. ചിലർ എന്ന് പറഞ്ഞാൽ വെറും ചിലരല്ല, വിദ്യാസമ്പന്നരായ ആൾക്കാരും അങ്ങനെ വായിച്ച് കേട്ടിട്ടുണ്ട്. കോൺസയൻസ്. പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, ഇത് കോൺസയൻസ് അല്ല. പൊതുവെ ആൾക്കാർ പറയുന്നത് പോലെ കോൺഷ്യൻസ് എന്നുമല്ല, പിന്നെയോ കോൺഷ്യൻസ് എന്നാണ്. കോൺഷ്യൻസ് ഇതിൻ്റെ അർത്ഥം മനസ്സാക്ഷി. അടുത്ത വാക്ക് നിങ്ങളൊന്ന് വായിച്ചേ. നിങ്ങളിൽ പലരും ഇത് വായിച്ചത് ബോർഗോയ്സ് എന്നായിരിക്കും. ബോർഗോയ്സ്. എന്നാൽ ശ്രദ്ധിച്ചോളൂ, ഇത് ബോർഗോയ്സ് അല്ല, ബൂർഷ്വ എന്നാണ് വായിക്കേണ്ടത്. ഇതിൻ്റെ ഉച്ചാരണം ബൂർഷ്വ. എന്താണ് ബൂർഷ്വ? ബൂർഷ്വ എന്ന വാക്കിൻ്റെ അർത്ഥം യാഥാസ്ഥികനായ ഇടത്തരക്കാരൻ, മാർക്സിസ്റ്റ് തത്വശാസ്ത്രത്തിൽ മുതലാളി വർഗം, അല്ലെങ്കിൽ അച്ചാണി. അച്ചാണി എന്ന് പറഞ്ഞാൽ അച്ചടിയിൽ ഉപയോഗിക്കുന്ന അക്ഷരം കുത്തിയ ആണി. മറ്റൊരു കാര്യം, നമ്മുടെ വീഡിയോസ് സാബോധം വീക്ഷിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പ്രൊഫസറാണ്, പ്രൊഫസർ ജോർജ് കുര്യൻ. അദ്ദേഹം മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ എന്ന സ്ഥലത്ത് ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു. ഇപ്പോൾ റിട്ടയർഡായി കോട്ടയം ജില്ലയിൽ നെടുങ്ങാടപ്പള്ളിയിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്നു. നമ്മുടെ വീഡിയോകൾക്ക് പോസിറ്റീവും ക്രിയാത്മകവുമായ കമൻറ്റുകൾ അദ്ദേഹം തരുന്നുണ്ട്. അദ്ദേഹം ഒരു കാര്യം ഇന്നലെ ചൂണ്ടിക്കാണിച്ചത് ഈ വീഡിയോയിൽ കൂടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മലയാളം ചാനലുകൾ പൊതുവെ മലയാളം വാക്കുകൾ തെറ്റിച്ച് പറയുന്നു എന്ന്. അതിന് 2 ഉദാഹരണങ്ങൾ അദ്ദേഹം തന്നിട്ടുണ്ട്. ഒന്ന്, വിദ്യാർത്ഥി. ചില ന്യൂസ് പ്രസൻറ്റ് ചെയ്യുന്നവരും റിപ്പോർട്ടേഴ്സും പറയുന്ന ഒരു വാക്കാണ് വിദ്യാർത്ഥി എന്ന്. അതൊന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. വിദ്യാർത്ഥി എന്നതിന് പകരം വിദ്യാർത്ഥി എന്ന്. മറ്റൊന്നാണ് ആശുപത്രി. അപകടം കഴിഞ്ഞ് അവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രി അല്ലെങ്കിൽ ആസ്പത്രി എന്ന് പറയുന്നതിന് പകരം. ഇതുപോലെയുള്ള ഫീഡ്ബാക്കുകൾ മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. ഇനിയും തമ്മിൽ കാണുന്നവരെ ഗുഡ് ബൈ.